ഇൻ തിയറി ഓൺലൈൻ കോച്ചിങ് ഷുഡ് ബി ദ ബെസ്റ്റ്. കാരണം സ്വന്തം വീടിൻ്റെ കംഫർട്ടിലിരുന്നാണ് പഠിക്കുന്നത്. ഹോം സിക്നസിൻ്റെ ഒരു ഇഷ്യൂ വരുന്നില്ല, ഫുഡിൻ്റെ പ്രശ്നം വരുന്നില്ല, ട്രാവൽ എന്ന് പറഞ്ഞ് സമയം കളയേണ്ട ആവശ്യമില്ല, ക്ലാസ്സുകളൊക്കെ എപ്പോഴും അവൈലബിൾ ആണ്. നമ്മുടെ സ്വന്തം നമുക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഒരു ദിവസത്തെ ഷെഡ്യൂൾ ചെയ്ത് പഠിച്ച് മുമ്പോട്ട് പോകാൻ പറ്റും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഓൺലൈൻ കോച്ചിങ് വെച്ച് നീറ്റ് ക്രാക്ക് ചെയ്യുന്നവരുടെ പെർസെൻറ്റേജ് വളരെ കുറവാണ്. ഇതിൻ്റെ കാരണം എവ്രിബഡി കീപ്സ് മേക്കിംഗ് ദ സെയിം മിസ്റ്റേക്സ്. നമുക്കൊക്കെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ അത് ആദ്യം ചെയ്യാൻ തോന്നണം. ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് പഠിക്കാൻ തോന്നണം. ഒരു പരിധി വരെ ഇത് നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച്, അല്ലെങ്കിൽ ഡോക്ടർ ആകണം എന്നുള്ള ആ ഒരു ഡ്രീം എത്രത്തോളം സ്ട്രോങ് ആണെന്നനുസരിച്ചിരിക്കും. ഇൻ അതർ വേർഡ്സ്, നിങ്ങളുടെ വിൽ പവറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷേ വിൽ പവർ വെച്ച് ഒരു കംപ്ലീറ്റ് ഇയർ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചു പോകുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്, പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. ഈ ഒരു വർഷത്തെ നിങ്ങളുടെ ആയുധം എന്ന് പറയുന്നത് നിങ്ങളുടെ ബ്രെയിനാണ്. നിങ്ങളുടെ ബ്രെയിനിനുള്ള ട്രെയിനിങ് ആണ് നമ്മൾ ഈ ഒരു വർഷം മൊത്തം ചെയ്തു പോകുന്നത്. സോ വാട്ട് ഡസ് യുവർ ബ്രെയിൻ നീഡ് ടു ഫീൽ മോട്ടിവേറ്റഡ്? അതിന് ഒരുപാട് ഉത്തരങ്ങളുണ്ട്. പക്ഷേ ഒരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം ബ്രെയിനിലുള്ള ന്യൂറോ മോഡുലേറ്റർ ആയിട്ടുള്ള ഡോപ്പമിനാണ്. ഈ ഒരു കെമിക്കൽ നമ്മുടെ ബ്രെയിനിൽ എല്ലാ സമയത്തും ഒരു നോർമൽ ലെവലിൽ ഇങ്ങനെ സെക്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. എപ്പോഴെങ്കിലും നമുക്ക് വളരെ പ്ലഷറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യം ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ ഡോപ്പമിൻ്റെ സെക്രീഷൻ പെട്ടെന്ന് കൂടും. ആ ഡോപ്പമിൻ ലെവലിൽ ഒരു സ്പൈക്ക് ഉണ്ടാവും. ഇങ്ങനെ ഒരു സ്പൈക്ക് വരുമ്പോഴാണ് നമുക്ക് ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയുള്ള മോട്ടിവേഷൻ തോന്നുന്നത്. അതായത് ആ ഒരു പ്ലഷറബിൾ ആയിട്ടുള്ള കാര്യം ചെയ്യാൻ വേണ്ടിയുള്ള മോട്ടിവേഷൻ വരുന്നത് ഇങ്ങനെ ഒരു ഡോപ്പമിൻ്റെ സ്പൈക്ക് ഉണ്ടാകുമ്പോഴാണ്. ഇനി ഈ ഡോപ്പമിൻ്റെ ലെവൽ നോർമൽ ലെവലിൽ നിന്ന് താഴോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ തോന്നത്തില്ല. ഒന്നിനോടൊരു താല്പര്യമൊന്നും തോന്നാതെ വളരെ ഇനാക്റ്റീവായി പോകും. ഇന്നത്തെ ലോകത്ത് ഈ ഒരു ഡോപ്പമിൻ സിസ്റ്റത്തിനെ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ചുറ്റുമുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു യൂട്യൂബർ പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ കാണണമെന്ന് വിചാരിച്ച ഒരു സിനിമ ഓൺലൈൻ റിലീസായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം റീൽസ് സ്ക്രോൾ ചെയ്യുന്നത് ഇഷ്ടമാണ്. ഈ ഒരു കാര്യം ആലോചിക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ ബ്രെയിനിൽ ഡോപ്പമിൻ്റെ സ്പൈക്ക് ഉണ്ടാവും. പക്ഷേ ആ ഒരു പ്ലഷർ അല്ലെങ്കിൽ ആ ഒരു ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടി ആകെ നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യം ഒന്ന് കൈ നീട്ടി ഫോൺ എടുക്കുക എന്നുള്ളത് മാത്രമാണ്. സോ അവിടെ ഈ ഒരു ഡോപ്പമിൻ സ്പൈക്ക് കിട്ടാൻ വേണ്ടി വലിയ കാര്യമായിട്ട് വർക്കൊന്നും ചെയ്യേണ്ടി വരുന്നില്ല. ഇൻ അതർ വേർഡ്സ്, യു ആർ ഗെറ്റിംഗ് ചീപ്പ് ഡോപ്പമിൻ. സോ ഇങ്ങനെ ഡോപ്പമിൻ സ്പൈക്ക് കിട്ടാനുള്ള സോഴ്സുകളുടെ എണ്ണം കൂടി, ആൻഡ് അതിനുവേണ്ടി ഇടേണ്ടി വരുന്ന എഫേർട്ട് കുറയുകയും ചെയ്തു. ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ചുരുങ്ങിയ സമയത്തിൽ ഒരുപാട് ഡോപ്പമിൻ സെക്രീഷൻ നടക്കും. ഈ ഡോപ്പമിൻ എന്ന് പറയുന്നത് ഇൻഡെഫിനിറ്റ് ആയിട്ട് നമ്മുടെ ഡിമാൻഡിനനുസരിച്ച് ഒരുപാട് കണ്ടിന്യൂസ് സെക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമല്ല. ഒരു ചെറിയ സമയം കൊണ്ട് എക്സസ് ആയിട്ട് സെക്രീറ്റ് ചെയ്താൽ പിന്നെ കുറച്ച് നേരത്തേക്ക് അതിൻ്റെ ലെവൽ ഈ പറഞ്ഞ നോർമൽ ലെവലിൽ നിന്ന് താഴെ ആയിരിക്കും. ആ ഒരു ഫേസിലോട്ട് പോകുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഇനാക്റ്റീവായിട്ട് ഒരു ഡിപ്രസീവ് ഫീലിംഗ് ഒക്കെ തോന്നുന്നത്. എഗെയിൻ ഇങ്ങനെ ഒരു ഫീലിംഗ് വരുമ്പോഴും നമ്മൾ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി വീണ്ടും ഫോൺ നോക്കുകയോ അല്ലെങ്കിൽ വീണ്ടും എന്തെങ്കിലും ഒരു സ്നാക്ക് എടുത്ത് കഴിക്കുകയൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. ആൻഡ് ഇങ്ങനെ ഇതൊരു വിഷ്യസ് സൈക്കിൾ പോലെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. സോ അറ്റ് ലാസ്റ്റ് നമ്മൾ കൂടുതൽ സമയവും വളരെ ഡീമോട്ടിവേറ്റഡ് ആയിട്ട് വളരെ ഇനാക്റ്റീവായിട്ടൊരു ക്ഷീണ അവസ്ഥയിലായിരിക്കും. പലപ്പോഴും ഓൺലൈൻ കോച്ചിങ് എഫക്റ്റീവ് ആകാതെ വരുന്നത് ഈ ഒരു ചീപ്പ് ഡോപ്പമിൻ്റെ പുറകെ നമ്മൾ പോകുന്നത് കൊണ്ടാണ്. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ച് നോക്കുമ്പം പഠിക്കാൻ നേരത്തെ മോട്ടിവേഷൻ തോന്നണമെങ്കിൽ ആ പഠിക്കാനിരിക്കുന്ന സമയത്ത് ഒരു നോർമൽ ലെവൽ ഓഫ് ഡോപ്പമിൻ ഉണ്ടായിരിക്കണം. ഇതിൻ്റെ ഒപ്പം നമ്മൾ ഓരോ ചാപ്റ്ററൊക്കെ പഠിച്ചത് കംപ്ലീറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ദിവസം വെച്ചൊരു ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ അടുത്തൊരു വരുന്ന എക്സാം നല്ലോണം എഴുതി അതിന് നല്ല റാങ്ക് ഒക്കെ മേടിക്കുന്നത് ആലോചിക്കുമ്പം ഈ പറഞ്ഞൊരു ഡോപ്പമിൻ സ്പൈക്ക് ഉണ്ടാകണം. സോ ബേസിക്കലി ഈ 2026 ക്രാക്ക് ചെയ്യണമെന്ന് നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് കിട്ടുന്ന ഹൈ മൊമെൻറ്റ്സ് എല്ലാം തന്നെ പഠനമായിട്ട് റിലേറ്റഡ് ആയിരിക്കണം. ഇങ്ങനെ ആകണമെങ്കിൽ ആദ്യത്തെ കാര്യം നമ്മൾ മുമ്പ് പറഞ്ഞ ആ ചീപ്പായിട്ട് ഡോപ്പമിൻ കിട്ടുന്ന എല്ലാ കാര്യങ്ങളും ഒഴിവാക്കുക. ഇങ്ങനെ ചെയ്യുമ്പം ഉടനെ തന്നെ പഠിക്കാൻ ഭയങ്കര മോട്ടിവേഷൻ താല്പര്യമൊന്നും ഉണ്ടാകത്തില്ല. നിങ്ങൾ ഓൾറെഡി പറഞ്ഞ സോഷ്യൽ മീഡിയയും അല്ലെങ്കിൽ ചീപ്പ് ഡോപ്പമിൻ എക്സസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു എക്സിസ്റ്റിംഗ് ഡോപ്പമിൻ ലെവൽ എന്ന് പറയുന്നത് ഒരു ഇംബാലൻസിലായിരിക്കും ഇരിക്കുന്നത്. അപ്പം ആദ്യത്തെ ഒരു 1-2 ആഴ്ച കംപ്ലീറ്റ് ആയിട്ട് ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ ഡോപ്പമിൻ ലെവൽ തിരിച്ച് നോർമലിലോട്ട് കൊണ്ടുവരണം. അപ്പം തന്നെ പഠിക്കാൻ കുറച്ചും കൂടെ ഒക്കെ താല്പര്യം കൂടി തുടങ്ങും. നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യുന്ന ടൈമൊക്കെ ഗ്രാജുവലി കൂടി തുടങ്ങും. ഇങ്ങനെ നിങ്ങൾ ഒരു മാസം വൃത്തിക്ക് പഠിച്ചു പോകുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും പഠനത്തിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. ഒറ്റയടിക്ക് ഫസ്റ്റ് റാങ്കിലൊന്നും എത്തിയില്ലെങ്കിൽ പോലും ഇപ്പോഴത്തെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ലെവലിൽ നിന്ന് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷനും സന്തോഷം ഉണ്ടാകണം. നല്ലോണം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്പ്രൂവ് ആകുക എന്നുള്ള ആ ഒരു ഫീലിംഗ് കിട്ടിക്കഴിയുമ്പം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹൈ ഒരിക്കൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത എക്സാംസിനെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ഡോപ്പമിൻ സ്പൈക്ക് ആയിരിക്കും ഉണ്ടാക്കുന്നത്. കാരണം ഈ ഒരു സെയിം സാറ്റിസ്ഫാക്ഷനും ഫീലിങ്ങും റെപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വീണ്ടും പഠിക്കാൻ ഇരിക്കുമ്പം കുറച്ചും കൂടെ ഒക്കെ ഒരു മോട്ടിവേഷൻ ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഈ ടോപ്പ് പൊസിഷനിൽ അല്ലെങ്കിൽ ടോപ്പ് റാങ്ക് ഒക്കെ കിട്ടുന്ന കുട്ടികൾ എല്ലാ വീക്കിലി എക്സാമിനും വീണ്ടും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ടെൻഡൻസി വരുന്നത്. കാരണം ആ ഒരു
പീക്ക്, ആ ഒരു സന്തോഷം എല്ലാ ആഴ്ചയിലും റിപ്പീറ്റ് ചെയ്യാനാണ് അവർ ശ്രമിക്കുന്നത്. സോ ഈ ഒരു വർഷം നിങ്ങൾ ഓൺലൈൻ കോച്ചിങ് ചെയ്യുന്നവരാണെങ്കിൽ അവോയ്ഡ് ചെയ്യേണ്ട ഏറ്റവും ഫസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ചീപ്പ് ഡോപ്പമിൻ്റെ പുറകെ പോകാതിരിക്കുക. നിങ്ങളുടെ ഡോപ്പമിൻ സിസ്റ്റത്തിനെ പഠിത്തത്തിൻ്റെ ഡയറക്ഷനിലോട്ട് തിരിച്ച് അത് യൂട്ടിലൈസ് ചെയ്ത് നിങ്ങളുടെ പഠിത്തത്തെ സ്ട്രോങ് ആക്കുക. സെക്കൻഡ് കോമൺ മിസ്റ്റേക്ക് ഇസ് നോട്ട് ഹാവിങ് എ റെഫറൻസ് പോയിന്റ്. ഈ റെഫറൻസ് പോയിന്റ് എന്നും കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഒപ്പം പഠിക്കുന്ന കുട്ടികളെ തന്നെ, അല്ലെങ്കിൽ നിങ്ങളുടെ ബാച്ചിലെ മറ്റ് സ്റ്റുഡൻസിനെയാണ്. ഒരു ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന കുട്ടി, അല്ലെങ്കിൽ റെസിഡൻഷ്യൽ സിസ്റ്റത്തിൽ പഠിക്കുന്ന ആൾ, അല്ലെങ്കിൽ ഒരു ഓഫ്ലൈൻ ബാച്ചിലെ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ഒരു എക്സാം എഴുതി കഴിഞ്ഞ് അത് എളുപ്പമായിരുന്നോ ഡിഫിക്കൽട്ട് ആണോ എന്നറിയാൻ വേണ്ടി റിസൾട്ട് വരാൻ വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ആ എക്സാം എഴുതി കഴിഞ്ഞ് തൊട്ടടുത്തിരിക്കുന്ന ആളോട് ഒന്ന് സംസാരിച്ചാൽ തന്നെ എക്സാമിൻ്റെ അവസ്ഥ എന്തായിരുന്നു, കമ്പാരിറ്റീവ്ലി നമ്മുടെ ഒരു പൊസിഷൻ എന്തായിരിക്കും, നമ്മൾ അത്യാവശ്യം നല്ല രീതിയിലാണോ പെർഫോം ചെയ്തത് അതോ നമ്മൾ അണ്ടർ പെർഫോം ചെയ്തോ എന്നുള്ളത് ആ മൊമെൻറ്റിൽ തന്നെ നമുക്ക് ക്ലിയർ ആണ്. അതേപോലെ എക്സാംസിനൊക്കെ തെറ്റിപ്പോകുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലാസ്മേറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്ത് അതിനൊക്കെയുള്ള സൊല്യൂഷൻ അപ്പം തന്നെ കണ്ടുപിടിച്ച് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും ഈ ഓഫ്ലൈൻ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ബാച്ചിലുള്ള കുട്ടികൾക്കുണ്ട്. ഈ ഒരു കാര്യം പലപ്പോഴും ഓൺലൈൻ കോച്ചിങ് സെലക്ട് ചെയ്യുന്ന കുട്ടികൾക്ക് ലഭിക്കാറില്ല, അല്ലെങ്കിൽ ആ ഉള്ള ഫീച്ചേഴ്സ് തന്നെ അവർ യൂട്ടിലൈസ് ചെയ്യാറില്ല. സ്വന്തമായിട്ട് അങ്ങ് ഐസൊലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടെൻഡൻസി കാണാറുണ്ട്. ആൻഡ് ദാറ്റ് വിൽ നെഗറ്റീവ്ലി എഫക്റ്റ് യു. നിങ്ങളുടെ ഒപ്പം ഈ വർഷം പഠിക്കുന്ന കുട്ടികളായിട്ട് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ബാച്ചിലെ കുട്ടികളൊക്കെ ആയിട്ടൊരു ചെറിയ രീതിയിലുള്ള കണക്ഷൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് ആയിട്ട് ഈ ഒരു വർഷം പോവുകയാണെങ്കിൽ ഒരുപാട് സമയം നിങ്ങൾക്ക് പല അൺസർട്ടനിറ്റി കാരണം നഷ്ടമായി പോകും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു വീക്കിലി എക്സാം എഴുതി, പക്ഷേ അതിൻ്റെ റിസൾട്ട് വരുന്നത് ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കാം. ഈ 2 ദിവസം സമയത്തേക്ക് എപ്പോഴും നമ്മുടെ തലയിൽ ആ എക്സാമിൻ്റെ റിസൾട്ട് എന്താകും, റാങ്ക് എന്താകും, ഇങ്ങനത്തെ ഒരു ചിന്ത ഇങ്ങനെ നമ്മുടെ തലയിൽ എന്തായാലും ഉണ്ടാവും. ഈ ഒരു അൺസർട്ടനിറ്റി തലയിൽ നിൽക്കുമ്പം നമ്മൾ കറൻ്റ്ലി പഠിക്കുന്ന കാര്യങ്ങളെ അത് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും. അതേപോലെ ഈ ഒരു വർഷം കോമൺ ആയിട്ട് വരുന്ന കുറേ സ്ട്രഗിൾസ് ഉണ്ട്. എല്ലാ കുട്ടികളും ഫേസ് ചെയ്യുന്ന കുറേ സ്ട്രഗിൾസ് ഉണ്ട്. ഈ സ്ട്രഗിൾസ് ഒക്കെ നിങ്ങൾ ഇപ്പോൾ മറ്റു കുട്ടികളായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ ഇത് നിങ്ങളുടെ മാത്രം സ്ട്രഗിൾ ആണെന്നുള്ളൊരു ഫീലിങ്ങിലോട്ടൊക്കെ പോയി അതും നിങ്ങളുടെ പഠിത്തത്തെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും. സോ ഓൺലൈൻ കോച്ചിങ്ങിലും മറ്റു കുട്ടികളായിട്ടും ചെറിയ രീതിയിലൊക്കെ ഒരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്ത് റെഗുലർ ആയിട്ടുള്ളൊരു സെൽഫ് അസസ്മെൻറ്റ് നടത്തുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഡോപ്പ ആപ്പിൽ ഓൺലൈൻ കുട്ടികൾക്കെല്ലാം ഇൻട്രാക്ട് ചെയ്യാനുള്ള ഗ്രൂപ്പുണ്ട്. അതിൻ്റെ അകത്ത് കുട്ടികൾക്ക് തന്നെ ഡൗട്ടുകൾ, ഒരാളുടെ ഡൗട്ട് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് ഷെയർ ചെയ്തിട്ട് അത് ബാക്കി കുട്ടികൾക്ക് തന്നെ ഡിസ്കസ് ചെയ്ത് അതിൻ്റെ ആൻസറൊക്കെ ഡിസ്കസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതേപോലെ ഓരോ ബാച്ചിനും അവരുടെ മെഡിക്കോ മെൻറ്ററും കുട്ടികളും ഉള്ള ഗ്രൂപ്പുണ്ട്. അവിടെയും നിങ്ങൾക്ക് തമ്മിൽ ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. സോ ഇതുപോലുള്ള ഫീച്ചേഴ്സും അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഈ ഒരു വർഷം നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമാണ്. ട്രൈ നോട്ട് ടു ഐസൊലേറ്റ് യുവർ സെൽഫ്. മൂന്നാമത്തെ കോമൺ മിസ്റ്റേക്ക് എക്സാംസ് സ്കിപ്പ് ചെയ്യുന്നതാണ്. നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, ഈ ഒരു വർഷം ശരിക്കും നിങ്ങളുടെ ബ്രെയിനെ സംബന്ധിച്ച് ഒരു 1 ഇയർ ജിം മെമ്പർഷിപ്പ് എടുത്തതുപോലെയാണ്. ആൻഡ് ഈ ജിമ്മിലെ മെയിൻ ഒരു ട്രെയിനിങ് പാർട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെയിൻ എക്സർസൈസ് എന്ന് പറയുന്നതും എഴുതുന്ന എക്സാംസ് ആണ്. ഇപ്പം ഇവിടെ ഡോപ്പയിലാണെങ്കിൽ ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ ഒരു PCT ഉണ്ട്. എല്ലാ വീക്കിലും 2 വീക്ക്ലി എക്സാംസ് ഉണ്ട്. ആൻഡ് എവറി മന്ത് 2 720 എക്സാംസ് ഉണ്ട്. ആൻഡ് അറ്റ് ദി എൻഡ് ചാപ്റ്റേഴ്സ് എല്ലാം പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ റിവിഷൻ മാരത്തോൺ എക്സാം സീരീസുകളാണ്. ഈ ഓരോ എക്സാമും എഴുതി അതിൽ വരുത്തുന്ന മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്ത് മുമ്പോട്ട് പോയാൽ തന്നെ ഒരുപാട് നിങ്ങൾ ഗ്രോ ചെയ്യും, ഒരുപാട് ഡെവലപ്പ് ആവും. റെസിഡൻഷ്യൽ ബാച്ചിലുള്ള സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് എക്സാം സ്കിപ്പ് ചെയ്യാനൊരു ഓപ്ഷനേ ഇല്ല. കാരണം കംപ്ലീറ്റ്ലി അവർ കോർഡിനേറ്റേഴ്സിൻ്റെ കൺട്രോളിലാണ്, ഫുള്ളായിട്ട് ഹോസ്റ്റലിൽ തന്നെയാണ്. ഇനി ഓഫ്ലൈൻ ബാച്ചിലുള്ള സ്റ്റുഡൻസിനാണെങ്കിലും എക്സാം സ്കിപ്പ് ചെയ്യണമെങ്കിൽ അന്നത്തെ ദിവസത്തെ ക്ലാസ് കട്ട് ചെയ്യണം. ആൻഡ് അഗെയിൻ പേരൻസ് നിങ്ങളെ വളരെ സപ്പോർട്ടീവായിട്ട് കൂടെ ഉണ്ടെങ്കിൽ അങ്ങനെ ക്ലാസ് കട്ട് ചെയ്യാൻ നിങ്ങളെ എന്തായാലും അലൗ ചെയ്യില്ല. സോ അവിടെയും എക്സാം സ്കിപ്പ് ചെയ്യാന്ന് പറയുന്നത് കുറേയും കൂടെ ഡിഫിക്കൽട്ടാണ്. പക്ഷേ ഓൺലൈനിൽ അങ്ങനെയല്ല, നിങ്ങൾക്ക് എക്സാം സ്കിപ്പ് ചെയ്യാൻ മച്ച് മോർ ഈസിയർ ആണ്. ഏതെങ്കിലും ഒരു പോർഷൻ ശരിക്കും പഠിച്ച് തീർന്നിട്ടില്ല, അതുകൊണ്ട് ഇപ്പം ഈ എക്സാം എഴുതിയാലും ഇതിൻ്റെ റാങ്ക് കുറയുമെന്നുള്ള പേടിയൊക്കെ വരുമ്പം എക്സാം സ്കിപ്പ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈ സെയിം കാര്യം ഒരു ഹോസ്റ്റലിൽ ഇരിക്കുന്ന കുട്ടിക്ക് ഇപ്പോൾ എത്രത്തോളം പഠിച്ചില്ലെങ്കിൽ പോലും ആ എക്സാം എഴുതി തന്നെ പോകും. എക്സാം സ്കിപ്പ് ചെയ്യുന്ന മാത്രമല്ല, എക്സാം അറ്റൻഡ് ചെയ്യുമ്പോഴും ഇനാക്റ്റീവായി പോകാനൊക്കെയുള്ള ചാൻസ് ഓൺലൈനിൽ കൂടുതലാണ്. ഇപ്പം എക്സാം എഴുതി തുടങ്ങി നിങ്ങൾക്ക് ഒരു 5-6 ക്വസ്റ്റ്യൻ കഴിയുമ്പോഴേ ഇത് രക്ഷയില്ല എന്ന് പറഞ്ഞ് അപ്ലൈ ക്വിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ബുക്ക് തുറന്ന് ചീറ്റ് ചെയ്യാനും ഇങ്ങനെയൊക്കെയുള്ള ടെൻഡൻസിയും കാര്യങ്ങളും ഈ പറഞ്ഞ എക്സാംസ് എന്നുള്ളത് എഫക്റ്റീവ് ആകാതിരിക്കാനുള്ള ചാൻസ് ഓൺലൈനിൽ വളരെ കൂടുതലാണ്. സോ ഈ ഒരു കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഈ ഒരു വർഷത്തെ നിങ്ങളുടെ കോച്ചിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ തന്നെയാണ് റെഗുലർ ആയിട്ടുള്ള എക്സാം. എസ്പെഷ്യലി നിങ്ങൾ ഡോപ്പയിലെ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നമ്മുടെ എക്സാം സിസ്റ്റം നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സോ ഡോണ്ട് സ്കിപ്പ് എനി ഓഫ് ദീസ് എക്സാംസ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓഫ്ലൈൻ സെൻറ്ററിൽ വന്ന് എക്സാം എഴുതാൻ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസും എല്ലാം യൂട്ടിലൈസ് ചെയ്യുക. നമ്മൾ വീടിൻ്റെ ഒരു കംഫർട്ടിലിരുന്ന് എക്സാം എഴുതുന്ന പോലെ അല്ല മറ്റു കുട്ടികളുടെ കൂട്ടത്തിൽ ഒരു ഹാളിലിരുന്ന് എക്സാം എഴുതുന്നത്. ഇവിടെ ഡോപ്പയിൽ എല്ലാ മാസവും നടക്കുന്ന 2 720 എക്സാംസിനും ഓഫ്ലൈൻ സെൻറ്ററിൽ വന്ന് കുട്ടികൾക്ക് എഴുതാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സോ നിങ്ങൾക്കും അതുപോലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഓഫ്ലൈൻ എക്സാംസും എഴുതി തന്നെ ശീലിക്കുക. ദാറ്റ് ഈസ് അനദർ എക്സ്പീരിയൻസ് ദാറ്റ് യു നീഡ് ടു ഹാവ്. അവസാനത്തെ കാര്യം ഇതാണ്, ഡോണ്ട് ലൈ ടു യുവർ സെൽഫ്.
നിങ്ങളോട് തന്നെ കള്ളം പറയരുത്. നിങ്ങളെല്ലാവരും ഒരു 10-18 വയസ്സെങ്കിലും ആയവരാണ്. സോ ഇത്രയും വർഷം കൊണ്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സ്വഭാവം വ്യക്തമായിട്ട് അറിയാം. ഇപ്പം പഠിക്കാനിരിക്കുമ്പം ഒരു 5-10 മിനിറ്റ് ഇടയ്ക്കൊന്ന് കുറച്ച് നേരം റീൽസ് കാണാം, എന്നിട്ട് വന്ന് പഠിക്കാമെന്ന് ചിന്തിക്കുമ്പം നിങ്ങൾക്കറിയാം ഈ 10 മിനിറ്റ് ചിലപ്പോൾ അരമണിക്കൂർ 1 മണിക്കൂർ ആകോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. അതുപോലെ ചില ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ പഠിക്കാൻ വലിയ മൂഡില്ല, നമുക്ക് ഉച്ച തൊട്ട് പഠിച്ചു തുടങ്ങാം. ഇങ്ങനെയൊക്കെ മുമ്പ് തീരുമാനിച്ചപ്പം എത്ര പ്രാവശ്യം ഈ ഉച്ച തൊട്ട് പഠിച്ചിട്ടുണ്ട്, അതോ ആ കംപ്ലീറ്റ് ദിവസം കളഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അതേപോലെ പേരൻസ് ഒക്കെ നോക്കുമ്പം നമ്മൾ പഠിക്കുകയാണെന്ന് കാണിക്കാൻ വേണ്ടി, ചുമ്മാ അവരെ കാണിക്കാൻ വേണ്ടി കുറച്ച് നേരം ബുക്കിന് മുമ്പിലൊക്കെ ഇരുന്ന് സമയം കളയുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഈ വർഷം നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളോട് തന്നെ നിങ്ങൾക്കൊരു ആത്മാർത്ഥതയും ഒരു സത്യസന്ധതയൊക്കെ വേണം. സോ ഈ 4 മിസ്റ്റേക്സും എല്ലാ വർഷവും ഓൺലൈൻ കോച്ചിങ് സെലക്ട് ചെയ്യുന്ന കുട്ടികൾ വരുത്തുന്നതാണ്. നിങ്ങളും ആ ഒരു ഗ്രൂപ്പിൽ തന്നെ പെട്ടുപോകരുത്. അടുത്ത വർഷത്തെ നീറ്റ് എക്സാം എഴുതിയതിന് ശേഷം നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പം നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ആലോചിച്ച് നിങ്ങൾക്ക് റിഗ്രറ്റ് ഉണ്ടാകാൻ പാടില്ല. ഈ നീറ്റ് കോച്ചിങ് എന്നൊക്കെ പറയുമ്പം ജയിക്കുമെന്ന് 100% ഗ്യാരണ്ടിയോട് കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യം നിങ്ങൾ 100% എഫേർട്ട് ഇടുന്നുള്ളതാണ്. സോ ആ ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ആ ഒരു ഗ്യാരണ്ടി നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള നല്ല റിസൾട്ടിലോട്ട് തന്നെ നിങ്ങൾ എത്തിച്ചേരും. ഓക്കെ, സോ അടുത്ത വീഡിയോയിൽ കാണാം.